ഇന്ത്യൻ മിത്തോളജിയിൽ അല്ലെങ്കിൽ പുരാണത്തിലെ ഏറ്റവും എപ്പിക് ആയിട്ടുള്ള ഹീറോ ആണ് ശിവൻ അല്ലെങ്കിൽ പരമശിവൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഏറ്റവും ഐക്കോണിക് ആയിട്ടുള്ള ഒരു കഥാപാത്രമാണ് ശ്രീകൃഷ്ണൻ. എന്നാൽ ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയിട്ടുള്ള കഥകളാണ് നിലവിലുള്ളത്. വേറൊരു കാര്യം പറയുന്നത് മഹാവിഷ്ണുവിന്റെ 9ാമത്തെ അവതാരമാണ് ശ്രീകൃഷ്ണൻ. ആദ്യത്തെ അവതാരമായ മഹാവിഷ്ണു പോലും ആരാധിച്ചിരുന്ന ആളാണ് നമ്മുടെ പരമശിവൻ എന്ന് പറയുന്നത്. കാരണം അത്രത്തോളം ശക്തനായ കഥാപാത്രമാണ് ശിവൻ. ശിവന്റെ കഥകളൊക്കെ വായിച്ചാൽ ഒരു പ്രത്യേകതരം ആരാധനയായിരിക്കും അദ്ദേഹത്തോട് നമുക്ക്. തന്നെ സ്നേഹിച്ചു കഴിഞ്ഞാൽ ഒരു അസുരനാണോ ദേവനാണോ എന്ന് പോലും നോക്കാതെ തിരിച്ച് സ്നേഹിക്കുന്ന പക്ഷാപാതം ഇല്ലാത്ത ആൾ. സ്നേഹിക്കുന്നവർക്ക് വേണ്ടി എന്നും ചെയ്യുന്നയാൾ. മറിച്ചാണെങ്കിൽ തന്റെ തൃക്കണ്ണ തുറന്ന് തന്റെ മുന്നിലുള്ള ആരെയും ഭസ്മാക്കി കളയുന്ന മറ്റൊരു മുഖമുള്ള ശിവൻ. അങ്ങനെയാണ് അവർ ശിവനെ കാണുന്നത്. സ്നേഹമാണെങ്കിൽ സ്നേഹം, ദേഷ്യമാണെങ്കിൽ ദേഷ്യം. കോപത്തിലേക്ക് പാരിന രൂപം പരമശിവൻ തൃക്കണ്ണ തുറന്നാൽ എന്നാണ് പുരാണങ്ങളിലൊക്കെ പറയുന്നത്. അപ്പോൾ പറഞ്ഞു വന്നത് ഇവർക്ക് രണ്ടുപേർക്കും രണ്ട് സെപ്പറേറ്റ് ആയ കഥകളാണ്. പക്ഷെ അറ്റ് എ ടൈം ഇവർ തമ്മിൽ യുദ്ധം ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. മഹാനായ പരമശിവനും മഹാനായ കൃഷ്ണനും യുദ്ധം ചെയ്ത ഒരു കഥയുണ്ട്. ഭൂരിഭാഗം പേർക്കും ഈ കഥ അറിയത്തേയില്ല. ആ ഒരു കഥയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. ദ ബാറ്റിൽ ഓഫ് ലോർഡ്സ്. പുരാണങ്ങളിൽ ഇതിനെ വിശേഷിപ്പിക്കുന്നത് ദൈവങ്ങൾ തമ്മിലുള്ള പോരാട്ടം എന്നാണ്. ശിവനും കൃഷ്ണനും ഏറ്റുമുട്ടാൻ കാരണം ബാണാസുരൻ എന്ന അസുരനാണ്. മഹാബലിയുടെ പുത്രനാണ് നമ്മുടെ ബാണാസുരൻ. അതേപോലെ തന്നെ ശിവന്റെ ഏറ്റവും വലിയ ഭക്തനുമാണ് ബാണാസുരൻ. ഒരിക്കലാണെങ്കിൽ ഉഗ്ര തപസ്സിലേർപ്പെട്ട ബാണാസുരൻ ശിവനെ പ്രത്യക്ഷപ്പെടുത്തുകയും ശിവന്റെ കയ്യിൽ നിന്ന് ഒരു ഉഗ്രവരം മേടിക്കുകയും ചെയ്തു. ആ വരം എന്ന് പറയുന്നത് ഇതാണ്: തനിക്ക് 1000 കൈകൾ വേണമെന്നും അതിനൊത്ത ശക്തി തരണമെന്നും അതേപോലെ തന്നെ തനിക്ക് ആരെങ്കിലും വേണ്ടി യുദ്ധം ചെയ്യുന്ന സമയത്ത് ഒരു പരിസ്ഥിതി ഉണ്ടായി കഴിഞ്ഞാൽ അവരോട് യുദ്ധം ചെയ്യാൻ പരമശിവൻ ആഗതനാവണം എന്നൊരു വരമാണ് ബാണാസുരൻ ശിവന്റെ കയ്യിൽ നിന്ന് മേടിച്ചത്. അങ്ങനെ വരം ലഭിച്ചതോടുകൂടി ബാണാസുരൻ മഹാ അക്രമശക്തൻ അഹങ്കാരിയൊക്കെ ആയി തീരുകയാണ്. അതിനുശേഷം കണ്ണി കണ്ട സ്ഥലമെല്ലാം ആക്രമിക്കുകയും അതേപോലെ തന്നെ പരമശിവന്റെ വാസസ്ഥലമായ കൈലാസം പോലും ആക്രമിച്ച് കീഴടക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് നമ്മുടെ ബാണാസുരൻ എത്തുകയാണ്. ഇത് കണ്ട ശിവൻ പറഞ്ഞു: നിന്റെ നാശം അടുത്തു കഴിഞ്ഞു. ഒന്ന് ഓർത്തുകൊള്ളുക, നിന്റെ കൊട്ടാരത്തിന്റെ പുറത്ത് സ്ഥാപിച്ചിട്ടുള്ള ഗോപുരത്തിന്റെ കൊടി വീഴുമ്പോൾ നിന്റെ സാമ്രാജ്യത്തിന്റെ കൊടി നിലം പതിക്കുമ്പോഴേക്കും നിന്റെ നാശം എന്ത്? അന്നാണ് നിന്റെ നാശമെന്ന് ബാണാസുരനെ ശിവൻ ഓർമ്മിപ്പിച്ചു. ബാണാസുരൻ ഇതൊന്ന് കാര്യമായി ചെയ്യും. ഈ ബാണാസുര ചക്രവർത്തിയുടെ മകളായിരുന്നു ഉഷ. ഒരു ദിവസം ഉഷ ഒരു ചിന്തയിലാണ്ടിരിക്കുന്ന സമയത്ത് പാർവതി ദേവി പ്രത്യക്ഷപ്പെടുകയാണ് ചെയ്തത്. എന്നിട്ട് പാർവതി ദേവി ഉഷയോട് ചോദിച്ചു: എന്താണ് നീ ഇത്ര ചിന്തിക്കുന്നത്? അപ്പൊ ഉഷ പാർവതി ദേവിയോട് പറയുകയാണ്: അല്ലയോ ദേവി, ഞാനിങ്ങനെ ചിന്തിക്കുകയാണ്, എനിക്ക് ഭാവിയിൽ വരാൻ പോകുന്ന വരൻ ആരായിരിക്കും, എവിടെ ആയിരിക്കും, എവിടെ എന്നുള്ളതായിരിക്കും. അപ്പോൾ പാർവതി ദേവി പറഞ്ഞു: വൈകാശി മാസത്തില് ആരാണോ നിന്റെ സ്വപ്നത്തിൽ വരുന്നത് അതായിരിക്കും നിന്റെ വരന്. അതും പറഞ്ഞ് പാർവതി ദേവി അപ്രത്യക്ഷമാവുകയാണ് ചെയ്തത്. അങ്ങനെ സമയം കടന്നുപോയി വൈകാശി മാസം എത്തുകയും നമ്മുടെ ഉഷ സ്വപ്നം കാണുകയും ചെയ്തു. സുന്ദരനും സുമുഖനുമായ ഒരു ചെറുപ്പക്കാരൻ. ഇത് കണ്ട് ഉഷ ഞെട്ടി എണീക്കുകയാണ് ചെയ്തത്. പിന്നീട് മുഴുവൻ ചിന്ത അദ്ദേഹത്തെ പറ്റിയായി. ആരാണ് അദ്ദേഹം, എവിടെയാണ് അദ്ദേഹം, അങ്ങനെയെല്ലാം ചിന്തിച്ചു. ഉഷ പിന്നീട് ഇത് തന്റെ തോഴിയായ ചിത്രലേഖയോട് പറഞ്ഞു. ഈ ചിത്രലേഖ ശരിക്കും ഒരു ആഭിചാര ക്രിയകൾ നടത്തുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെ തന്റെ ശക്തി ഉപയോഗിച്ച് ഉഷ പറഞ്ഞ് അവളുടെ ചിത്രം വരച്ചു കൊടുക്കുകയാണ് ചെയ്തത്. ഉഷ പറഞ്ഞു ഇദ്ദേഹത്തെ തന്നെയാണ് താൻ സ്വപ്നത്തിൽ കണ്ടത്. ചിത്രലേഖ പറഞ്ഞു ഇത് അനിരുദ്ധനാണ്, ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കൊച്ചുമകൻ, അതായത് മകന്റെ മകൻ ആയിട്ടുള്ള അനിരുദ്ധൻ. ഉഷ പറഞ്ഞു എനിക്ക് അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും വേണം. ചിത്രലേഖ തന്റെ ആഭിചാരക്രിയ ഉപയോഗിച്ച് ദ്വാരകയിൽ നിന്ന് മയക്കി ഉഷയുടെ അന്തഃപുരത്തിലേക്ക് നമ്മുടെ അനിരുദ്ധനെ എത്തുകയാണ്. ഉഷ എങ്ങനെ അനിരുദ്ധനോട് സ്വപ്നത്തിൽ കണ്ട കാര്യം പറയും അവർ തമ്മിൽ ഇഷ്ടത്തിലാവുകയാണ് ചെയ്യും. അങ്ങനെ അനിരുദ്ധൻ ഉഷയോടൊപ്പം അന്തഃപുരത്തിൽ താമസിക്കാൻ തുടങ്ങി. അനിരുദ്ധൻ പക്ഷേ ഇവിടെ വന്നത് ദ്വാരകയിൽ അറിഞ്ഞിട്ടില്ല. കാര്യം ചിത്രലേഖ തന്നെ മന്ത്രശക്തി കൊണ്ട് ആണല്ലോ അനിരുദ്ധനെ ഇവിടെ കൊണ്ടുവന്നത്. അങ്ങനെ നമ്മൾ അനിരുദ്ധനെ ദ്വാരകയിൽ നിന്ന് കാണാതായപ്പോഴത്തേക്ക് അവിടെ ഫുള്ള് പ്രശ്നങ്ങളാവാൻ തുടങ്ങി. അനിരുദ്ധനെ വേറെ രാജ്യത്തുള്ള ആളുകൾ തട്ടിക്കൊണ്ടുപോയതാണെന്നും കൊലപ്പെടുത്തിയതാണെന്നും അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ ഇങ്ങനെ പ്രചരിക്കുകയാണ്. ശ്രീകൃഷ്ണന്റെ പൗത്രനാണല്ലോ നമ്മുടെ അനിരുദ്ധൻ. ഇതൊക്കെ കേട്ടപ്പോഴത്തേക്ക് ശ്രീകൃഷ്ണൻ ഭയങ്കര ഭീതിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അനിരുദ്ധനോടെ പോയി അറിയാൻ വയ്യ, എന്താ പറ്റിയെന്ന് അറിയാൻ വയ്യ, ഇവിടെയും കാണാനില്ല. ആകപ്പാടെ ഒരു ഭീതി നിഗൂഢമായ രീതിയിലായി ദ്വാരക എന്നുള്ളത്. അങ്ങനെ ബാണാസുരന്റെ സൈനികർക്ക് അനിരുദ്ധൻ ഈ കൊട്ടാരത്തിൽ ഉഷയുടെ അന്തഃപുരത്തിലുണ്ടെന്ന് ഇങ്ങനെയുള്ള സംശയങ്ങൾ ഉണ്ടാവുകയും ഈ ഒരു കാര്യം കാവൽഭടന്മാരിൽ നിന്ന് നമ്മുടെ ബാണാസുരനോട് ധരിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ബാണാസുരൻ തന്റെ കാവൽഭടന്മാർക്ക് നിർദ്ദേശം കൊടുക്കുക: അനിരുദ്ധൻ ഈ കൊട്ടാരത്തിലുണ്ടെങ്കിൽ വേഗം തന്നെ പിടിച്ചു കെട്ടി തന്റെ മുന്നിൽ ഹാജരാക്കുക എന്ന് നമ്മുടെ ബാണാസുരൻ തന്റെ കാവൽഭടന്മാരോട് പറയുകയാണ് ചെയ്തത്. അങ്ങനെ കാവൽഭടന്മാര് നമ്മുടെ ഉഷയുടെ അന്തഃപുരത്തിൽ നിന്ന് നമ്മുടെ അനിരുദ്ധനെ കണ്ടെത്തുകയാണ് ചെയ്തത്. അവിടെ വെച്ച് അനിരുദ്ധനും ബാണാസുരന്റെ കാവൽഭടന്മാരും തമ്മിൽ ഉഗ്രമായ യുദ്ധം ഉണ്ടാവും. പക്ഷേ അനിരുദ്ധൻ എന്ന് പറയുന്നത് കൃഷ്ണന്റെ കൊച്ചുമോൻ തന്നെ. അതുപോലെ തന്നെ യുദ്ധത്തിൽ അജയനാണ് നമ്മുടെ അനിരുദ്ധൻ എന്ന് പറയുന്നത്. അത്രത്തോളം ഘോരമായ യുദ്ധം അവിടെ ഉണ്ടാവുകയും അത്രയും വന്ന കാവൽഭടന്മാർക്ക് അനിരുദ്ധനെ തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ഒരുപാട് ഭടന്മാർ വന്നപ്പോൾ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഗോപുരം എടുത്ത് ഇവർക്ക് നേരെ പ്രയോഗിക്കുകയും ആ ഗോപുരത്തിന്റെ കൂടി നിരത്ത് വെച്ചു. ഒന്ന് ഓർത്തുകൊള്ളുക, ബാണാസുരന്റെ അന്ത്യം ആരംഭിച്ചു കഴിഞ്ഞ് ആർക്കും തന്നെ അനിരുദ്ധനെ പരാജയനാക്കാൻ കഴിഞ്ഞു. അവസാനം മന്ത്രിയുടെ ഉപദേശം സ്വീകരിച്ച് ബാണാസുരൻ തന്നെ യുദ്ധത്തിനായിട്ട് ഇറങ്ങും നമ്മൾ അനിരുദ്ധനെ. ബാണാസുരൻ ചെന്ന് നാഗാസ്ത്രം എന്ന് പറയുന്ന വളരെ ബ്യൂട്ടിൽ ആയിട്ടുള്ള ഒരു അസ്ത്രം പ്രയോഗിച്ച് അനിരുദ്ധനെ കീഴ്പ്പെടുത്തി കടങ്ങളിൽ. ഈ വിവരം ദ്വാരകയിൽ നാരദൻ അറിയിച്ചു. നാരദന്റെ കാര്യം അറിയാതെ ഇവിടെ നടക്കുന്ന കാര്യം അവിടെ ചെന്ന് പറയും, അവിടെ നടക്കുന്ന കാര്യം ഇവിടെ പറയും. പരസ്പരം തമ്മിലടിപ്പിക്കുന്നൊരു സ്വഭാവമുള്ളൊരു ക്യാരക്ടറാണ് നമുക്ക് പലപ്പോഴും നാരദനെ കാണാൻ സാധിക്കും. അങ്ങനെ നാരദൻ ചെന്ന് നമ്മൾ ദ്വാരകയിലുള്ള കൃഷ്ണൻ ഈ കാര്യം അറിയിക്കുകയാണ് ചെയ്തത്. ഇതറിഞ്ഞ കൃഷ്ണനെ സൈന്യവും യുദ്ധത്തിൽ തയ്യാറ്. അവർക്കെതിരെ സർവശക്തനായിട്ടുള്ള ബാണാസുരൻ. എതിരെ യുദ്ധം ചെയ്യുന്നതാവട്ടെ ഭഗവാൻ ശ്രീകൃഷ്ണൻ. ഒരു വശത്ത് കൃഷ്ണൻ, ബലരാമൻ, പൃഥ്വിജ്ഞൻ എന്നിവരടങ്ങുന്ന മരീസ്, മറുവശത്ത് ബാണാസുരനും ശിവന്റെ ഭൂതഗണങ്ങളുമാണ്. ശിവന്റെ ഒരു വരം കൊടുത്തിട്ടുണ്ടായിരുന്നു, ഏതൊരു ആപത്ഘട്ടത്തിലും ബാണാസുരൻ രക്ഷിക്കുന്നു. അതുകൊണ്ട് തന്നെ ശ്രീകൃഷ്ണനെതിരെ ശിവന്റെ ഭൂതഗണങ്ങൾ.
അങ്ങനെ ശ്രീകൃഷ്ണനും പടയാളികളും ചേർന്ന് ബാണാസുരന്റെ സൈന്യത്തെ മുഴുവൻ ഇല്ലാണ്ടാക്കുന്ന സാഹചര്യം. അങ്ങനെ അവസാനം ശക്തരായ ശ്രീകൃഷ്ണനും ബാണാസുരനും നേരെ നേരെ യുദ്ധം ചെയ്യുക. ആ യുദ്ധത്തിൽ നമ്മുടെ ശ്രീമുരുകൻ പോലും ഉണ്ടായിരുന്ന പറയും. കാരണം ശിവന്റെ പുത്രനാണല്ലോ ഈ മുരുകൻ എന്ന് പറയുന്നത്. അങ്ങനെ അവസാനത്തെ യുദ്ധം ഭഗവാൻ ശ്രീകൃഷ്ണനും ബാണാസുരനും തമ്മിൽ ഒരുപാട് അസ്ത്രങ്ങളും ആയുധങ്ങളും ഉപയോഗിച്ച് അവർ ഏറ്റു. ബാണാസുരന് മനസ്സിലായി ഭഗവാൻ കൃഷ്ണൻ അത്ര നിസ്സാരക്കാരനൊന്നുമില്ല, തനിക്ക് കീഴ്പ്പെടുത്താൻ കഴിയില്ലെന്ന്. തന്റെ പക്കലുള്ള സകല ആയുധങ്ങളും 1000 കൈകളുടെ ശക്തി ഉപയോഗിച്ചിട്ട് ശ്രീകൃഷ്ണനെ ഒന്നും ചെയ്യാൻ ബാണാസുരന് കഴിയും. മറിച്ച് ശ്രീകൃഷ്ണന് ഒരു പ്രശ്നമുണ്ട്, ബാണാസുരനെ തോൽപ്പിക്കാൻ കഴിയും. കാര്യം ഇങ്ങനെ തോൽപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പരമശിവനെ എതിർക്കേണ്ടി വരും. കാര്യം പരമശിവൻ നേരത്തെ തന്നെ ബാണാസുരന് ഒരു വരം കൊടുത്തിട്ടുണ്ട്. നിന്നെ ആരാണോ യുദ്ധത്തില് അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി നിന്റെ വരികയാണെങ്കിൽ നിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഞാൻ ആഗ്രഹസ്ഥനാകുമെന്ന് പരമശിവൻ നേരത്തെ തന്നെ ബാണാസുരത്തിന് കൊടുത്തിട്ടുള്ള വരം ശ്രീകൃഷ്ണൻ നന്നായി അറിയാം. അതുകൊണ്ട് പെട്ടെന്ന് തോൽപ്പിക്കാൻ ശ്രീകൃഷ്ണന് കഴിയുമായിരുന്നു. യുദ്ധം അങ്ങനെ നീണ്ടുപോയി. ബാണാസുരന് മനസ്സിലായി കൃഷ്ണനെ ഒരിക്കലും തനിക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അങ്ങനെ ബാണാസുരൻ പരമശിവനെ സഹായത്തിനായി വിളിക്കുക. കാരണം നേരത്തെ പറഞ്ഞ പോലെ പരമശിവൻ കൊടുത്തൊരു വരം. അങ്ങനെ ബാണാസുരന് വേണ്ടി പരമശിവൻ കൃഷ്ണനുമായി യുദ്ധം ചെയ്യുകയാണ്. ശ്രീകൃഷ്ണൻ അറിയാം ഒരിക്കലും ശിവനോട് യുദ്ധം ചെയ്ത് പിടിച്ചിട്ട് കഴിയും. പക്ഷേ ശ്രീകൃഷ്ണൻ ഒരുപാട് ആരാധിക്കുന്ന വ്യക്തിയാണ് പരമശിവൻ. പക്ഷേ എന്തുകൊണ്ട് ഇത്ര ആരാധിക്കുന്ന ഭക്തിയുള്ള വ്യക്തിയുമായി ശ്രീകൃഷ്ണൻ യുദ്ധം ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ധർമ്മം എന്ന് പറയുന്നത് അതാണ്. അങ്ങനെ ശ്രീകൃഷ്ണൻ ശിവനുമായിട്ട് യുദ്ധം ചെയ്തു തന്റെ ധർമ്മം സംരക്ഷിക്കാൻ. അവസാനം ശ്രീകൃഷ്ണൻ തന്നെ മനസ്സിൽ ധൈര്യമായി പ്രാർത്ഥിച്ചു, ഭഗവാനെ എനിക്ക് യുദ്ധം ചെയ്യാതിരിക്കാൻ മാർഗം, ഇതിനൊരു വഴി കണ്ടു തരുമെന്ന് പതുക്കെ മനസ്സിൽ പ്രാർത്ഥിക്കുകയാണ്. ശിവൻ തന്നെ അപ്പോൾ ഒരു കാര്യം ശ്രീകൃഷ്ണനെ ഉപദേശിച്ചു കൊടുത്തു. അതായത് ശിരോമണാസ്ത്രം ഏത് തന്നെ മയക്കി കെടുത്തിക്കൊള്ളുമെന്ന് ശിവൻ തന്നെ ശ്രീകൃഷ്ണന് ഉപദേശം കൊടുക്കുകയാണ്. അങ്ങനെ ആ അസ്ത്രം ഏത് ശ്രീകൃഷ്ണൻ പരമശിവനെ കുറച്ചു നേരത്തേക്ക് മയക്കി. അങ്ങനെ ശ്രീകൃഷ്ണൻ ബാണാസുരനായിട്ട് ഇരിക്കുമ്പോൾ എല്ലാ അസ്ത്രം അടുത്തുകൊണ്ട് അജയനായിട്ട് നിൽക്കുകയാണ് ബാണാസുരൻ. അവസാന ആയുധം ശ്രീകൃഷ്ണൻ പ്രയോഗിക്കുകയാണ്. 1000 സൂര്യ തേജസിന്റെ ശക്തിയുള്ള തന്റെ സുദർശനേറ്റം. അങ്ങനെ ആ സുദർശനേറ്റം ഏത് ബാണാസുരന്റെ 1000 കൈകൾ ശ്രീകൃഷ്ണൻ അരിഞ്ഞു വീഴ്ത്തുകയാണ്. ചോര ഒഴിപ്പിച്ച് നമ്മുടെ ബാണാസുരനെ അടുത്ത തവണയും സുദർശനേറ്റം ഉപയോഗിച്ച് ശ്രീകൃഷ്ണൻ ഓങ്ങുകയാണ്. അപ്പോഴത്തേക്ക് ഉറക്കത്തിൽ നിന്ന് ശിവനെ പാർവതീദേവി ഉണർത്തുകയുണ്ടായി. ശിവൻ പറഞ്ഞു, അരുത്, ഞാൻ ഇദ്ദേഹത്തിന് വരം കൊടുത്തിട്ടുള്ളതാണ്, ഏതൊരു ആപത്തിലും സംരക്ഷിക്കുന്നു, എനിക്ക് ഇദ്ദേഹത്തെ രക്ഷിച്ചേ മതിയാകും എന്ന് രണ്ടാമത്തെ തവണ സുദർശനേറ്റം ഓങ്ങി ശ്രീകൃഷ്ണനോട് പറഞ്ഞു. അത് തടുക്കുകയാണ് പരമശിവൻ ചെയ്തത്. പക്ഷെ 1000 കൈകൾ നഷ്ടമായി നിൽക്കും. ബാണാസുരന് മനസ്സാമം സംഭവിക്കുകയാണ്. അങ്ങനെ രണ്ടുപേരോടും ശ്രീകൃഷ്ണനോടും പരമശിവനോടും മാപ്പ് ചോദിക്കുകയാണ്. കാൽക്കൽ വീണ് സാഷ്ടാംഗം നമസ്കരിച്ച് മാപ്പ് ചോദിക്കുകയാണ്. അവർ ബാണാസുരന് മാപ്പ് കൊടുത്തു, വരം കൊടുത്ത് അനുഗ്രഹിച്ചു. ആ തെറ്റ് അവർ കൊടുത്തു. ഇതാണ് അവരുടെയൊക്കെ ധർമ്മം. തെറ്റ് ചെയ്തവർ ആരും അവർ മാപ്പ് ചോദിച്ചു, അവർ യുദ്ധത്തിൽ തോൽക്കുകയും ചെയ്യും. ഇനി അവർക്ക് ധർമ്മമാണ് വേണ്ടത്. അപ്പൊ ഇതുപോലുള്ള ഇൻട്രസ്റ്റിംഗ് കണ്ടന്റുകൾ കേൾക്കാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശിക്കുന്നത് കമന്റ് ചെയ്യുക. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.